ഇതൊരു തലം. മദ്യപാനം, മയക്കുമരുന്ന് പോലെയുള്ളത് വ്യാപകമായി നടക്കുന്നു. അതിൻ്റെ അനുബന്ധമായി ക്രിമിനലിസം നടക്കുന്നു. ധാർമ്മികമായ ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം വെറും ഉഡായിപ്പാണെന്ന് പ്രചരിപ്പിക്കാനുള്ള വ്യവസ്ഥാപിതമായ യുക്തിരഹിത നിരീശ്വരവാദികളുടെ ശ്രമവും നടക്കുന്നു. ഈ ജീവിതം പരമാവധി ആസ്വദിക്കണം. അതിന് എന്തൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെയും ഈ ജീവിതകാലത്ത് തന്നെ നേടിയെടുക്കണം. എന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് ജീവിതം പരമാനന്ദത്തിൻ്റെ പറുദീസയാക്കി മാറ്റി എപ്പോഴെങ്കിലുമൊക്കെ അടിച്ചു പോകണം. ഇതിനപ്പുറം ആത്മീയമായ മൂല്യങ്ങൾക്ക്, പരലോക വിശ്വാസത്തിന്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക്, നന്മയെക്കുറിച്ചുള്ള വിചാരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് അവർ നിത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മതം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു നിയന്ത്രണമാണ്. മതം തീർച്ചയായിട്ടും നിയന്ത്രണമാണ്. അപ്പോഴേ മതമുള്ളൂ. മതം എന്തിനാണ് അള്ളാഹു നിർമ്മിച്ചത് അല്ലെങ്കിൽ നമുക്ക് സംവിധാനിച്ചു തന്നത്? മനുഷ്യൻ നല്ലവനായി ജീവിക്കാൻ, ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ധാർമ്മികത പുലർത്താൻ, നന്മയുടെ ആളായി മാറാൻ. ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കാൻ ഒരാൾക്ക് തോന്നുമ്പോൾ മതം അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറും. അപ്പം മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്ന് പ്രചാരണം വരും. സത്യത്തിൽ മതം ഉപേക്ഷിച്ച് കുറേ ആളുകൾ മനുഷ്യനല്ല, അവർ പിശാചുക്കളായി മാറി. മനുഷ്യനാവുകയല്ല, മനുഷ്യൻ്റെ അടുത്ത് പോലും പോയില്ലേ, നേരെ മറിച്ച് നല്ല ഭ്രാന്ത് പിടിച്ച പിശാചുക്കളായി മാറി. അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.